നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ജില്ലയിൽ ആനയുടെ സഞ്ചാരപാതയിൽ വനം വകുപ്പിന്റെ അനുമതിയില്ലാതെയുള്ള നിർമ്മിതികൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം വകുപ്പിന് നിർദ്ദേശം. ജില്ലാ വികസന സമിതി യോഗത്തിലാണ് നിർദ്ദേശമുണ്ടായത്. ഇടുക്കി ഡാം എല്ലാ ദിവസവും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുക എന്ന ആവശ്യത്തിനായി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന വൈദ്യുത വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. ഹൈറേഞ്ചിലെ ഏലം വ്യവസായം കടുത്ത പ്രതിസന്ധിയിൽ. ഏലച്ചെടികൾക്ക് അഴുകലും തട്ടമറിച്ചിലും വ്യാപകമായി ബാധിച്ചതാണ് കർഷകർക്ക് തിരിച്ചടിയായി മാറുന്നത്. ഉടുമ്പൻചോല നിയോജക മണ്ഡലം ഓണം ടൂറിസം വാരാഘോഷം 23-24 തീയതികളിൽ രാജാക്കാട്ടിൽ നടക്കും. വാരാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക റാലി, അഖില കേരള വടംവലി, വിവിധ മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിക്കും. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ ആനയുടെ സഞ്ചാരപാതയിൽ വനം വകുപ്പിന്റെ അനുമതിയില്ലാതെയുള്ള നിർമ്മിതികൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വനം വകുപ്പിന് നിർദ്ദേശം. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിലാണ് നിർദ്ദേശമുണ്ടായത്. വനം വകുപ്പിന്റെ ജില്ലയിലെ എല്ലാ ഡിവിഷനുകളിൽ നിന്നും റിപ്പോർട്ട് സമർപ്പിക്കണം. സേനാപതി വേണു MLA ഉന്നയിച്ച ആനയിറങ്കൽ ഡാമിൽ ബോട്ടിംഗ് നടത്താൻ വനം വകുപ്പ് അനുമതി നൽകാത്ത വിഷയം പരിശോധിച്ചതിനെ തുടർന്നാണ് യോഗത്തിന്റെ നിർദ്ദേശം. കുണ്ടള, മാട്ടുപ്പെട്ടി ഡാമുകളിൽ ബോട്ടിംഗ് അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ ആനയുടെ സഞ്ചാരപാതകളായി കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ റിസോർട്ടുകളടക്കം പ്രവർത്തിക്കുന്നുണ്ടെന്ന് യോഗം വിലയിരുത്തി. ആനയുടെ സഞ്ചാരപാതയായി വനം വകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലെ എല്ലാ അനധികൃത നിർമ്മാണങ്ങളും റിപ്പോർട്ട് ചെയ്യണമെന്നാണ് യോഗത്തിന്റെ തീരുമാനം. സിറ്റി വിഷൻ ഇടുക്കി. ഇടുക്കി ഡാം എല്ലാ ദിവസവും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുക എന്ന ആവശ്യത്തിന് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. ഇടുക്കി ചെറുതോണിയിൽ ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംഘടിപ്പിക്കുന്ന ഓണോത്സവ 2026 ഓണാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡീൻ കുര്യാക്കോസ് MPയുടെയും റോയ് കെ പൗലോസിന്റെയും അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഓണത്തിനോടനുബന്ധിച്ച് ഇടുക്കി ഡാം 10 ദിവസത്തേക്ക് തുറക്കുവാൻ പ്രത്യേക ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാ ദിവസവും തുറക്കണമെന്നതാണ് നാടിന്റെ ആവശ്യം. ഇതിനായി വൈദ്യുതി ബോർഡ് ചെയർമാനും മറ്റു ബോർഡ് അംഗങ്ങളുമായിട്ട് സംസാരിച്ച ഇടുക്കിക്കാരൻ എന്ന നിലയിൽ ഈ ആവശ്യത്തിനു വേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഡീൻ കുര്യാക്കോസ് വിളിച്ചു ചേർത്ത പ്രത്യേകമായ കൺവെൻഷൻ, ഭൂമി പ്രശ്നത്തെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ കൺവെൻഷൻ, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി പലവട്ടം ആ കൺവെൻഷൻ എടുത്തു പറഞ്ഞതാണ്. ആ കൺവെൻഷനിലെ ആവശ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ തറച്ചതാണ്. ആ കാർഷിക മേഖലയിലെ യഥാർത്ഥ കൃഷിക്കാരന്റെ ഭൂമി സംബന്ധിച്ച ടൂറിസം രംഗത്തെ ഇടുക്കിയുടെ പ്രത്യേകതകൾ സംബന്ധിച്ച ടൂറിസം വകുപ്പ് മന്ത്രിയെ ധരിപ്പിക്കും. ഇടുക്കി വൈദ്യുതി പദ്ധതി പ്രദേശത്ത് തന്നെ ടൂറിസം കേന്ദ്ര സഹ ഫണ്ടിന്റെ അടിസ്ഥാനത്തിൽ വികസിപ്പിക്കുന്ന ബൃഹത്തായ പദ്ധതി സംബന്ധിച്ച അതിവേഗം തുടർ നടപടികൾ സ്വീകരിക്കും. ഡാം സന്ദർശന വേളയിൽ ടൂറിസം മന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചതായി മന്ത്രി വ്യക്തമാക്കി. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി ചെറുതോണിയിൽ വർണ്ണസഫലമായ ഓണം വിളംബര ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു. റോയ് കെ പൗലോസ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് IAS, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മിനി കെ ജോൺ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നെടുഞ്ചേരി, മരിയാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ജിപ്സി ജിമ്മി, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ, ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MT അർജുനൻ, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പൽ, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലിൻ വിൽസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിജു നില, ടെസ്സി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം കലേഷ് CJ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മണികണ്ഠൻ A, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഭാഗ്യരാജ് KR, DTPC സെക്രട്ടറി ജിതീഷ് ജോസ്, വിവിധ സംഘടനാ ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. ഹൈറേഞ്ചിലെ ഏലം വ്യവസായം കടുത്ത പ്രതിസന്ധി. ഏലച്ചെടികൾക്ക് അഴുകലും തട്ടമറിച്ചിലും വ്യാപകമായി ബാധിച്ചതാണ് ഏലം കർഷകർക്ക് തിരിച്ചടിയായി മാറുന്നത്. ഏലക്കായ്ക്ക് വിപണിയിൽ മോശമല്ലാത്ത വില ലഭിക്കുമ്പോഴും കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ല.
കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും ഉൽപാദനക്കുറവുമാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. നിലവിൽ ഏലച്ചെടികൾക്ക് വ്യാപകമായി അഴുകലും തട്ടമറിച്ചിലും ബാധിച്ചിരുന്നു. കായ്കൾ അഴുകി നശിക്കുന്നത് പ്രതിരോധിക്കുവാൻ കർഷകർ പലവിധ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇതും ഫലപ്രദമാകുന്നില്ല. അഴുകലാണ് ഇപ്പോൾ ഏറ്റവും പ്രതികൂലമായിട്ടുള്ള പ്രശ്നം. 1, 2 സാധാരണ ഈ മരുന്നടിച്ച സാറിന് നിൽക്കുന്നതാണ്. പക്ഷേ ഈ വർഷം എന്തോ നിൽക്കുന്നില്ല. ഇപ്പോൾ 3 റൗണ്ട് കഴിഞ്ഞതാണ്. ആദ്യം തുരിശടിച്ചു, രണ്ടാമത് മെറ്റലാക്സും COCയും കൂടെ കൂട്ടിയടിച്ചു. അത് കഴിഞ്ഞ് മെറ്റലാക്സും COCയും കുമ്മായം കൂടെ മിക്സ് ചെയ്ത് വാരിയിട്ടു. ഇങ്ങനെ ഓരോ ഭാഗത്തിങ്ങനെ ഇടയ്ക്കോടെയാണ് അത് കാണുന്നത്. ഒരു ദിവസം 2 ദിവസം കൊണ്ട് ഇത് വീണ്ടും അങ്ങോട്ട് വ്യാപിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ മറികടന്ന് കർഷകർ കഷ്ടപ്പെട്ടാണ് ഏലച്ചെടികൾ പരിപാലിച്ച് മുന്നോട്ട് പോയത്. എന്നാൽ അഴുകൽ രോഗവും തട്ടമറിച്ചിലും വ്യാപകമായതോടെ വരുംകാല ഉൽപാദനത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കും. ബാങ്ക് വായ്പയും മറ്റുമെടുത്ത് ഏലം കൃഷി പരിപാലിച്ച കർഷകർ കടക്കിണിയിലേക്ക് കൂപ്പുകുത്തി എന്ന് പറയാം. ഏലം കർഷകരെ നിലനിർത്തുന്നതിനും കൃഷി സംരക്ഷിക്കുന്നതിനും സർക്കാർ തലത്തിൽ ഇടപെടലുകൾ ഉണ്ടാകണമെന്നതാണ് കർഷകരുടെ ആവശ്യം. സിറ്റി വിഷൻ, രാജാക്കാട്. ഉടുമ്പൻചോല നിയോജക മണ്ഡലം ഓണം ടൂറിസം വാരാഘോഷം 23, 24 തീയതികളിൽ രാജാക്കാട്ടിൽ വെച്ച് നടക്കും. സാംസ്കാരിക റാലി, അഖില കേരള വടംവലി, വിവിധ മത്സരങ്ങൾ എന്നിവയോടെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. നമ്മുടെ നാട് നമ്മുടെ ടൂറിസം എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന സർക്കാരും DTPCയും രാജാക്കാട് ഗ്രാമപഞ്ചായത്തും ചേർന്ന് ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഉടുമ്പൻചോല നിയോജക മണ്ഡലം തല ആഘോഷം 23, 24 തീയതികളിൽ രാജാക്കാട്ടിൽ വെച്ച് നടത്തപ്പെടുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മേഖലയിലെ ടൂറിസം വികസനം ലക്ഷ്യം വെച്ചാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പ്രദേശത്തെ ചെറുതും വലുതുമായ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളെയും കോർത്തിണക്കിയുള്ള പദ്ധതികൾ നടത്തുന്നതിനായിട്ടാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മൂന്നാറിനും തേക്കടിക്കും ഇടയിലുള്ള രാജാക്കാട് സെന്ററിനെ തിരഞ്ഞെടുത്തത്. ഇതിനായി ടൂറിസം പ്രോജക്റ്റുകൾ വികസിപ്പിക്കുവാൻ ഒരുങ്ങുകയുമാണ്. ഇങ്ങനെ നിരവധിയായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നമ്മുടെ നിയോജക മണ്ഡലത്തിലുണ്ട്. ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നൊരു ഉദ്ദേശം കൂടിയാണ് ഞങ്ങൾ ഈ ടൂറിസം വാരാഘോഷത്തിൻ്റെ ഭാഗമായി ഇത് രാജാക്കാട് സംഘടിപ്പിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൂന്നാറിൽ സന്ദർശനത്തിന് വരുന്ന ഒരു ടൂറിസ്റ്റ് അവൻ്റെ അടുത്ത സന്ദർശന കേന്ദ്രമായി രാജാക്കാട്ടിലെത്തി രാജാക്കാട്ടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിച്ച് രാജകുമാരി, സേനാപതി, ശാന്തൻപാറ, ഉടുമ്പൻചോല, നെടുങ്കണ്ടം, അങ്ങനെ അപ്പുറത്തോട്ടുള്ള പഞ്ചായത്തുകൾ മുഴുവൻ സഞ്ചരിക്കുമ്പോൾ ഒരു ടൂറിസ്റ്റിന് ഇന്നോളം കണ്ടിട്ടില്ലാത്ത പുതിയ കാഴ്ചകൾ കാണാനുള്ള അവസരമൊരുക്കുകയാണ്. 23 രാവിലെ 10:30 വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ രാജാക്കാട് ക്രിസ്തുജ്യോതി സ്കൂൾ ജംഗ്ഷനിൽ നിന്നും രാജാക്കാട് ടൗണിലേക്ക് നടത്തുന്ന സാംസ്കാരിക റാലി അഡ്വക്കേറ്റ് സേനാപതി വേണു MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. 24 രാവിലെ 9 മുതൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഉച്ചകഴിഞ്ഞ് 3 അഖില കേരള വടംവലി മത്സരവും 6:30 സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിക്കും. സംസ്ഥാന സർക്കാരും DTPCയും രാജാക്കാട് പഞ്ചായത്തും ചേർന്നൊരുക്കുന്ന നമ്മുടെ നാട് നമ്മുടെ ടൂറിസം എന്ന ഓണാഘോഷ വാരാഘോഷത്തിൻ്റെ പരിപാടി ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ രാജാക്കാട് പഞ്ചായത്തിലാണ് നടത്തപ്പെടുന്നത്. ഈ പഞ്ചായത്തിലേക്ക് ഈ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലുള്ള 10 പഞ്ചായത്തിലെ എല്ലാ കലാ, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കന്മാരെയും അതുപോലെയുള്ള പൊതുജനങ്ങളെയും എല്ലാവരെയും ഈ രാജാക്കാട് പഞ്ചായത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാംസ്കാരിക സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ കിങ്ങിണി രാജേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് സേനാപതി വേണു MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് IAS ഓണ സന്ദേശം നൽകും. ജനറൽ കൺവീനർ ബെന്നി പാലക്കാട് സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി CS അനന്തകൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തും. പരിപാടിയുടെ വിജയത്തിനായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. ഇനിയുള്ള വരും കാലഘട്ടങ്ങളിൽ ഏതാണ്ട് ഞാൻ വരുന്ന 25 വർഷക്കാലത്തോളം ടൂറിസമായിരിക്കും ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജാക്കാട് ഈ സമീപ പഞ്ചായത്തായ രാജാക്കാടിനെ മാക്സിമം ടൂറിസത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ ടൂറിസം മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട MLA മുൻകൈ എടുത്ത് തന്നെ രാജാക്കാട്ടിൽ ഈ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പരമാവധി വിജയിപ്പിക്കാനായിട്ട് എല്ലാ ആളുകളുടെ ഭാഗത്തുള്ള വലിയൊരു സഹകരണം ഉണ്ടാകണം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ R അജീഷ് കുമാർ, DTPC സെക്രട്ടറി ജിതീഷ് ജോസ്, കൺവീനർ VS ബിജു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, റിസോർട്ട് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ പ്രസംഗിക്കും. തുടർന്ന് രാത്രിയിൽ എറണാകുളം സിട്രിസ് മ്യൂസിക് ഫ്യൂഷൻ ടീമിന്റെ DJയും സംഘടിപ്പിക്കും. സിറ്റി വിഷൻ, രാജാക്കാട്. നോക്കാം മനോഹരമായ ഓണക്കാഴ്ച.
പൂപ്പാറയുടെ മണ്ണിൽ ആവേശത്തിന്റെ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് KVVS യൂത്ത് വിങ്ങിന്റെ ഓണാഘോഷം നടന്നു. പൂപ്പാറയെ ഒന്നടങ്കം ആവേശത്തിലാഴ്ത്തിയ വടംവലിയും വാഴയിൽ കയറ്റവും അടക്കം വാശിയേറിയ മത്സരങ്ങളും ആഘോഷങ്ങളുമാണ് സംഘടിപ്പിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് പൂപ്പാറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം 2026 പൂപ്പാറയ്ക്ക് ആവേശം നിറഞ്ഞ അനുഭവമായി മാറി. പൂപ്പാറ ടൗണിൽ നടന്ന ആഘോഷ പരിപാടികളിൽ വ്യാപാരികളും പൊതുജനങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് കാണികളിൽ ആവേശം വാനോളമുയർത്തിയ വടംവലി മത്സരമായിരുന്നു പ്രധാന ആകർഷണം. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ സെവൻസ് വട്ടപ്പാറ 10,001 രൂപയുടെ ക്യാഷ് പ്രൈസും ട്രോഫിയുമായി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. 5,001 രൂപയുടെ സമ്മാനവുമായി മേലേച്ചമ്മണ്ണാർ ടൈറ്റൻസ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. ഓണാഘോഷത്തിന്റെ തനത് ശൈലി വിളിച്ചോതിയ വാഴയിൽ കയറ്റ മത്സരവും കാണികൾക്ക് വേറിട്ട അനുഭവമായി. മത്സരത്തിൽ വിജയിച്ച പൂപ്പാറ സ്വദേശി സ്വരൂപ 3,001 രൂപയും ഓണക്കോടിയും സ്വന്തമാക്കി. യൂത്ത് വിംഗ് ഭാരവാഹികളായ അരുൺ ചന്ദ്രൻ, രാഹുൽ ബിജു, നിസാർ M, സുധീർ TP എന്നിവരും KVVS ഭാരവാഹികളായ ജോസ് ജോസഫ, സലീം യു, MK കനി എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. വ്യാപാരികളുടെയും നാട്ടുകാരുടെയും പൂർണ്ണ സഹകരണത്തോടെയാണ് ആഘോഷങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയത്. പൂപ്പാറയിലെ വ്യാപാരികളുടെയും ജനങ്ങളുടെയും പങ്കാളിത്തം കൊണ്ട് ഈ വർഷത്തെ ഓണാഘോഷം ഏറെ ശ്രദ്ധേയമായി. സിറ്റി വിഷൻ, പൂപ്പാറ. ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വന്നിറങ്ങിയ മാവേലിമാരെ ആർപ്പു വിളികളോടെയാണ് കുട്ടികൾ സ്വീകരിച്ചത്. ആഘോഷം എന്ന പേരിലാണ് ഹൈസ്കൂൾ വിഭാഗം ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. തുടർന്ന് മലയാളി മങ്ക, മാവേലി, സുന്ദരിക്ക് പൊട്ടുതൊടൽ, വടംവലി തുടങ്ങി വിവിധ മത്സരങ്ങളും ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്നു. PTAയുടെ നേതൃത്വത്തിൽ അധ്യാപകരും രക്ഷകർത്താക്കളും ഒന്നിച്ചു ചേർന്ന് കുട്ടികൾക്ക് വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിലും വിപുലമായ രീതിയിൽ ഓണാഘോഷം നടന്നു. ബാച്ചുകൾ തിരിച്ച് ആവേശത്തോടെ ഫ്ളാഗ് ഓഫ് ചെയ്തതിനു ശേഷമാണ് പരിപാടികൾ ആരംഭിച്ചത്. പിന്നീട് കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി. അത്തപ്പൂക്കള മത്സരവും ആവേശകരമായ വടംവലി മത്സരവും നടന്നു. കുട്ടികൾ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണപ്പൊതികൾ എല്ലാവരും ചേർന്ന് ഓണസദ്യയാക്കി വിളമ്പുകയായിരുന്നു. അസിസ്റ്റന്റ് മാനേജർ ഫാദർ ലിബിൻ വട്ടോത്ത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പ്രിൻസിപ്പാൾ ജിമ്മി, ഹെഡ്മിസിസ് ഹെമിക് ടോം, ടോമി മുക്കാലിയിൽ, സച്ചിൻ സ്കറിയ, ഷോജി ആന്റണി, ജോജോ സെബാസ്റ്റ്യൻ, റീന ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഉപ്പുതറ. ഓണക്കാലത്തെ വരവേൽക്കാൻ ആഹ്ലാദത്തിന്റെ അലകൾ ഉയർത്തി SNDP ഇടുക്കി യൂണിയൻ ഓണച്ചമയം 2026 ആഘോഷിച്ചു. ഇടുക്കി യൂണിയൻ ഓഫീസിൽ നടന്ന വനിതാ സംഘത്തിന്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും നേതൃത്വത്തിൽ നടന്ന പരിപാടി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ഉദ്ഘാടനം ചെയ്തു. SNDP യൂണിയൻ ഇടുക്കി യൂണിയനിലെ വനിതാ സംഘത്തിന്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ ഓണച്ചമയം 2026 ഇടുക്കി യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. വനിതാ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഷീല കമലാനന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രളയവും കോവിഡുമെല്ലാം അതിനെയെല്ലാം അതിജീവിച്ച് അതിജീവനത്തിന്റെ കയ്പുനീര് ഒത്തിരി കുടിച്ച ആളുകളാണ്. എന്നാലും ആഘോഷങ്ങൾക്ക് വേണ്ടി ഒത്തുചേരുവാനും സന്തോഷം പങ്കിടുവാനുമൊക്കെ എല്ലാവരും കാണിക്കുന്ന വലിയ മനസ്സ് മാവേലിയുടെ ഭരണകാലത്തെ നന്മ പുതുക്കുവാൻ, കള്ളവും ചതിയുമില്ലാത്ത, കള്ളപ്പറയില്ലാത്ത, ഇന്ന് സങ്കല്പിക്കുവാൻ പോലും പറ്റാത്ത തരത്തിലുള്ള നന്മയുടെ നിറകുടമായിരുന്ന ജനതയും രാജാക്കന്മാരുമല്ല. യൂണിയൻ പ്രസിഡന്റ് P. രാജൻ ഓണസന്ദേശം നൽകി. ഭരതനാട്യം, തിരുവാതിരകളി, കൈകൊട്ടിക്കളി, ഓണപ്പാട്ട്, നാടൻപാട്ട് തുടങ്ങിയ കലാപരിപാടികൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു. കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാ കായിക മത്സരങ്ങളും ആഘോഷങ്ങൾക്ക് കൊഴുപ്പ് പകർന്നു.
മത്സര വിജയികൾക്കുള്ള സമ്മാനം യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KB സെൽവം നൽകി. തുടർന്ന് ഓണസദ്യയും ഗാനമേളയും അരങ്ങേറി. ആശംസകൾ നേർന്ന ജോമോൻ കണിയാങ്കുടിയിൽ, മനേഷ് കുടിക്കേത്ത്, ബിനീഷ് കോട്ടൂർ, ജോബി കണിയാങ്കുടി, ഷീല രാജീവ്, ബിപിൻ കുന്നിനിയിൽ, അഖിൽ സാബു, പുഷ്പ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടി റൂട്ട് ജാതികൾ അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി. സാധാരണ ജാതിയേക്കാൾ 3 ഇരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടി റൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധശേഷിയും ഉത്പാദനക്ഷമതയും. 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം, 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗുസ്റ്റിൻ തുടങ്ങി നിരവധിയിനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KSEB സബ്സ്റ്റേഷൻ സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ്, അടിമാലി. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. കായികമേളയിലെ സുവർണ്ണ നേട്ടത്തിന് സമ്മാനമായി പ്രഖ്യാപിച്ച സ്നേഹവീട് ഇനി ദേവപ്രിയയ്ക്ക് സ്വന്തം. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ 38 വർഷം പഴക്കമുള്ള റെക്കോർഡ് തിരുത്തിക്കുറിച്ച് കാൽവരി എക്സ്പ്രസ് ദേവപ്രിയ ഷൈബുവിനും കുടുംബത്തിനുമായി CPIM നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. കാൽവരി മൗണ്ട് കൂട്ടിക്കലിൽ നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുടുംബത്തിന് താക്കോൽ കൈമാറി. കായിക ലോകത്ത് റെക്കോർഡ് കുറിച്ച നാടിന്റെ അഭിമാനമായി മാറിയ ദേവപ്രിയ ഷൈജുവിന് നൽകിയ വാക്കുപാലിച്ച് CPIM ജില്ലാ കമ്മിറ്റി 25 ലക്ഷം രൂപ ചെലവിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് കാൽവരി മൗണ്ട് കൂട്ടിക്കലിൽ ദേവപ്രിയയ്ക്കും കുടുംബത്തിനുമായി പുതിയ സ്നേഹവീട് പൂർത്തിയാക്കിയത്. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ
സബ് ജൂനിയർ വിഭാഗത്തിൽ 100 മീറ്റർ ഓട്ടത്തിൽ 38 വർഷം പഴക്കമുള്ള റെക്കോർഡ് തിരുത്തിക്കുറിച്ച ഉടൻ തന്നെ CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് വീട് വെച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 2025 ഒക്ടോബർ 29 തറക്കല്ലിട്ട വീടിന്റെ നിർമ്മാണം അതിവേഗത്തിലാണ് പൂർത്തിയാക്കിയത്. കൂടുതൽ നല്ല രീതിയിൽ ഒരു അത്ലറ്റിക് എന്ന നിലക്ക് ശോഭിക്കാനുള്ള അവസരങ്ങൾ ഭാവിയിൽ ഉണ്ടാകട്ടെ. ഈ രീതിയിൽ സജ്ജമാക്കാൻ തയ്യാറായ അതിന് പിന്തുണ നൽകിയ മാതാപിതാക്കളെയും അധ്യാപകരെയും വിശേഷിച്ച് കോച്ചിനെയും എല്ലാം ഈ ഘട്ടത്തിൽ ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് ജയപ്രിയക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും DYFI ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റികളാണ് നൽകിയത്. ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് അധ്യക്ഷത വഹിച്ചു. മുൻമന്ത്രി MM മണി മുഖ്യപ്രഭാഷണം നടത്തി. ആശംസകൾ നേർന്നുകൊണ്ട് നേതാക്കളായ ജോയിസ് ജോർജ്, KP മേരി, റോമിയോ സെബാസ്റ്റ്യൻ, MJ മാത്യു എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. ഓണക്കാലത്ത് നാടൻ പഴം, പച്ചക്കറി എന്നിവ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓണസമൃദ്ധി 2026 എന്ന പേരിലുള്ള കർഷക ചന്ത കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ തങ്കമണിയിൽ ആരംഭിച്ചു. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ, കേരളം സ്വാശ്രയ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിപണന സ്റ്റാൾ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് പഴം, പച്ചക്കറികൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുന്നതിനായി സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ഓണസമൃദ്ധി 2026 എന്ന പേരിൽ പഴം, പച്ചക്കറി വിപണനമേള സംഘടിപ്പിക്കുന്നത്. VFPCക്ക് തങ്കമണി സ്വാശ്രയ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന എല്ലാവിധ നാടൻ പഴങ്ങളും പച്ചക്കറികളും കർഷക വിലയേക്കാൾ വിലക്കുറവിൽ വിപണനമേളയിൽ ലഭ്യമാകും എന്നതാണ് പ്രത്യേകത. തങ്കമണി ലൈബ്രറിക്ക് സമീപം പഞ്ചായത്ത് ബിൽഡിംഗിൽ ആരംഭിച്ച വിപണന സ്റ്റാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു ഉദ്ഘാടനം ചെയ്തു. ഓണം സമൃദ്ധി എന്ന പേരിൽ 2026 എന്ന പേരിൽ ശാസ്ത്രീയ കാർഷിക വിപണിയുടെ നേതൃത്വത്തിൽ കേരള സംസ്ഥാനത്താകമാനം നടപ്പാക്കുന്ന കർഷക ചന്ത, ഓണച്ചന്തയ്ക്ക് ഓണ മാർക്കറ്റിലെ കർഷക ചന്ത എന്നാണ് ഇതിൻ്റെ പേര് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ പ്രത്യേകിച്ച് ഈ നാട്ടിലെ ആളുകൾ, കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിൽ ഓണ മാർക്കറ്റുമായി ബന്ധപ്പെടുത്തി അവർക്ക് ഇവിടെ നമ്മുടെ ശാസ്ത്ര വിപണിയുടെ ജ്യോതി സൂചിപ്പിച്ച പോലെ തന്നെ 10% തുകയ്ക്ക് അധികം വിലയ്ക്ക് എടുത്തുകൊണ്ട് ഇന്നാട്ടിലെ ആളുകൾക്ക് മിതമായ നിരക്കിൽ പച്ചക്കറി, ഓണത്തിന് ആവശ്യമായ പച്ചക്കറി വിൽപ്പന നടത്തുന്നതിനാണ് ഇന്ന് വിപണി ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി മാവേലിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. VFPCK ജില്ലാ മാനേജർ ലിറ്റി തോമസ്, ഓഫീസ് അസിസ്റ്റന്റ് ജ്യോതി P, തങ്കമണി സ്വാശ്രയ കർഷക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി മൗണ്ടൻ ടൂറിസം അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തു. മാങ്ങാത്തൊട്ടി ഹാംലെറ്റ് ഫാം ഷെഡ് റിസോർട്ടിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു MLA ഉദ്ഘാടനം നിർവഹിച്ചു. മലയോര ടൂറിസം മേഖലയുടെ സമഗ്രമായ വളർച്ചയും ഹോം സ്റ്റേ റിസോർട്ട് ഉടമകളുടെ കൂട്ടായ്മയിൽ ലക്ഷ്യമിട്ടുകൊണ്ട് രൂപം നൽകിയ ഇടുക്കി മൗണ്ടൻ ടൂറിസം അസോസിയേഷൻ ഉദ്ഘാടനം മാങ്ങാത്തൊട്ടി ഹാംലെറ്റ് ഫാം ഷെഡ് റിസോർട്ടിൽ വെച്ച് നടത്തപ്പെട്ടു. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ യാത്ര ചെയ്ത് പോകാതെ അവര് ഈ നാട്ടിൽ താമസിച്ച് ഈ പ്രദേശങ്ങളെല്ലാം കാണണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഏതായാലും നിങ്ങളെല്ലാവരും ചെറുതും വലുതുമായ ടൂറിസ്റ്റ് ഹോം സ്റ്റേകൾ അല്ലെങ്കിൽ റിസോർട്ട് അല്ലെങ്കിൽ ഗവൺമെന്റിൽ ഒക്കെ പണിതിട്ടുള്ളവരാണ്. നിങ്ങൾ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞിട്ടുള്ളവരാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ ഒളിച്ചു പാത്രം നടന്നിട്ടൊന്നല്ലോ, ഇതൊരു വ്യവസായമായിട്ട് ഇൻഡസ്ട്രി. ഇതാരെങ്കിലും ഒരു രഹസ്യമായി ഞാനൊരു ടൂറിസ്റ്റ് ഹോം പണിതു എന്ന് പറയുന്നതല്ലോ. ഇത് ഇറ്റ് ഈസ് ടു ബി ഓപ്പൺ ടു ദ ഹോൾ വേൾഡ്. ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തുകൊണ്ട് ആളുകൾ മുഴുവൻ, ഇനിയിപ്പോ ഈ സേനാപതി പഞ്ചായത്തിലെ ഒരാൾക്ക് ഗെയിംസിന്റെ റിസോർട്ടിൽ വന്ന് താമസിച്ചെന്ന് നീന്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവനും ഫ്രീ ആയിട്ട് വരണമല്ലോ. ഇത് അറിയണ്ടേ പുറം ലോകം അറിയാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നവരുടെ ടൂറിസം വികസിക്കാത്തത്. അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് തെങ്ങുകുടിയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ തിലോത്തമ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ സെക്രട്ടറി VP ചിഞ്ചുകുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കൽ നന്ദിയും രേഖപ്പെടുത്തി. രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, ശാന്തൻപാറ പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ, ഉടുമ്പൻചോല പഞ്ചായത്ത് പ്രസിഡന്റ് നാഗജ്യോതി ഭാസ്കർ, സേനാപതി പഞ്ചായത്ത് പ്രസിഡന്റ് അനിത ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജെസ്സി സാബു, ബിബിൻ സി അഗസ്റ്റിൻ, രാജാക്കാട് പഞ്ചായത്ത് അംഗം ജോഷി കന്യാക്കുഴി എന്നിവർ പ്രസംഗിച്ചു. ജെയിംസ് തെങ്ങുടി പ്രസിഡന്റായും ഫ്രാൻസിസ് അറക്കൽ, അലി കുഞ്ഞു മുഹമ്മദ് വൈസ് പ്രസിഡന്റുമാരായും VP ചിഞ്ചുകുമാർ സെക്രട്ടറിയും
MM അഭിലാഷ് ജോയിന്റ് സെക്രട്ടറി, KM ജോർലി ട്രഷറർ, ബിനീഷ് ചുണ്ടൻകുഴി, VK മാത്യു, KN സജീവൻ, ബിനീഷ്, ബെന്നി ചന്ദ്രൻ, സെബാസ്റ്റ്യൻ എന്നിവർ കമ്മിറ്റി അംഗങ്ങളുമായിട്ടുള്ള ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. സിറ്റി വിഷൻ സേനാപതി. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ 14 നമ്പർ പുന്നസിറ്റി അംഗൻവാടിയിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കായിക മത്സരങ്ങളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. വാർഡ് മെമ്പർ CR രാജു ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ വിജി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി ടീച്ചർ ബിന്ദു സതീശൻ സ്വാഗതവും ഹെൽപ്പർ സുജമോൾ KM നന്ദിയും രേഖപ്പെടുത്തി. വിപുലമായി സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ ആശാ വർക്കർ, പ്രദേശവാസികൾ, ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,950 രൂപ, പവന് 1,19,600 രൂപ, വെള്ളി ഗ്രാമിന് 270 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ ആനയുടെ സഞ്ചാരപാതയിൽ വനം വകുപ്പിന്റെ അനുമതിയില്ലാതെയുള്ള നിർമ്മിതികൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം വകുപ്പിന് നിർദ്ദേശം. ജില്ലാ വികസന സമിതി യോഗത്തിലാണ് നിർദ്ദേശമുണ്ടായത്. ഇടുക്കി ഡാം എല്ലാ ദിവസവും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുക എന്ന ആവശ്യത്തിനായി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന വൈദ്യുത വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. ഹൈറേഞ്ചിലെ ഏലം വ്യവസായം കടുത്ത പ്രതിസന്ധിയിൽ. ഏലച്ചെടികൾക്ക് അഴുകലും തട്ടമറിച്ചിലും വ്യാപകമായി ബാധിച്ചതാണ് കർഷകർക്ക് തിരിച്ചടിയായി മാറുന്നത്. ഉടുമ്പൻചോല നിയോജക മണ്ഡലം ഓണം ടൂറിസം വാരാഘോഷം 23-24 തീയതികളിൽ രാജാക്കാട്ടിൽ നടക്കും. വാരാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക റാലി, അഖില കേരള വടംവലി, വിവിധ മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.